Dear students, so today we will be discussing about Matthew Arnold as a critic. മാത്യു അർണോൾഡ് ഒരു വിക്ടോറിയൻ ക്രിട്ടിക്കാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. മൂവിങ് ഓൺ ടു ഹിസ് ബയോഗ്രഫി. മാത്യു അർണോൾഡ് വാസ് ബോൺ ഇൻ മിഡിൽസെക്സ് ആസ് എ സൺ ഓഫ് തോമസ് അർണോൾഡ്. തോമസ് അർണോൾഡ് റഗ്ബി സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടാണ് മാത്യു അർണോൾഡിൻ്റെ ജനനം. And Matthew Arnold, he was educated at Rugby and later he went to Oxford. And he served as an inspector of school. Later he became the professor of poetry at Oxford. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എംപഡോക്ലസ് ഓൺ എറ്റ്ന. പിന്നെ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് പോയംസ് എന്ന പേരിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് 1853. അദ്ദേഹത്തിൻ്റെ ക്രിട്ടിക്കൽ ഐഡിയാസ് അടങ്ങുന്ന വർക്ക്സ് ആണ് എസ്സേസ് ഇൻ ക്രിറ്റിസിസം, കൾച്ചർ ആൻഡ് ആനക്കി, ലിറ്ററേച്ചർ ആൻഡ് ഡോഗ്മ 1863. ഇനി മാത്യു അർണോൾഡിൻ്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് നോക്കി നോക്കാം. ഹി വാസ് നോൺ ആസ് ദ ഫസ്റ്റ് സീരിയസ് ക്രിട്ടിക് ആഫ്റ്റർ അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിന് ശേഷമുള്ള ഫസ്റ്റ് സീരിയസ് ക്രിട്ടിക് എന്ന രീതിയിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ്, ഹീ ഈസ് ഓൾസോ ദ ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. സാധാരണ നമ്മൾ T.S. എലിയറ്റിനെയാണ് ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് എന്ന രീതിയിൽ അറിയപ്പെടുന്നതെങ്കിൽ പോലും മാത്യു അർണോൾഡിൻ്റെ പല കോൺസെപ്റ്റ്സിലും അല്ലെങ്കിൽ പല വ്യൂസിലും നമുക്കൊരു മോഡേണിസത്തിൻ്റെ ട്രേസസ് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്യു അർണോൾഡ് ഹിസ് നോൺ ആസ് ദ ഫസ്റ്റ് മോഡേൺ ക്രിട്ടിക് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മെത്തേഡാണ്, വർക്ക്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നൊരു മെത്തേഡാണ് കമ്പാരിറ്റീവ് അനാലിസിസ്. കമ്പാരിറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ലിറ്റററി വർക്ക് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുന്നതിന്. ആൻഡ് സെക്കൻഡ്, അദ്ദേഹം ഒരു സോഷ്യോളജിക്കൽ ക്രിട്ടിക്കാണ്. സോഷ്യോളജിക്കൽ ക്രിട്ടിക് എന്ന് പറയുമ്പോൾ സോഷ്യോളജിക്കൽ ക്രിറ്റിസം ആക്ച്വലി എക്സാമിൻസ് ദ റിലേഷൻ ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചർ എത്ര കണ്ട് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന രീതിയിൽ പഠിക്കുന്നതിനാണ് നമ്മൾ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഈ എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്രിറ്റിസിസം ആൻഡ് ക്രിട്ടിക്സ് ഡ്യൂട്ടി ടു സൊസൈറ്റി. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ക്രിട്ടിക്സ് വെറുതെ നമ്മൾ ലിറ്ററേച്ചറിനെ നമ്മൾ പറയില്ലേ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഓരോ ലിറ്ററേച്ചറിനും സ്റ്റഡി നടത്താൻ എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ ക്രിട്ടിക്സിനും ഒരു ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു ദ സൊസൈറ്റി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. ഇത് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സാണ്, നമ്മൾ നേരത്തെ നോക്കിയതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ വ്യൂസ് ഓൺ ക്ലാസ്. നമുക്കറിയാം മാത്യു അർണോൾഡ് ഒരു ക്ലാസിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പല ഐഡിയാസിലും നമുക്ക് ക്ലാസിസം ഇതിൻ്റെ ഒരു ട്രേസസ് നമുക്ക് കാണുന്നുണ്ട്. ഹി വാസ് എ ക്ലാസിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വ്യൂസ് എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അർണോൾഡ് ഹി വാസ് കംപ്ലീറ്റ്ലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പോയട്രി ഓഫ് ഹിസ് ടൈം. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള പോയംസിനൊന്നും അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. നോട്ട് ഓൺലി ദ പോയട്രി ഓഫ് ഹിസ് ടൈം ബട്ട് ഓൾസോ ദ പ്രീവിയസ് ടൈം എന്ന് പറയുന്നത് റൊമാൻറ്റിക് ഏജിൽ എഴുതിയിട്ടുള്ള പോയട്രിയിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ ഫീലിംഗ് ദാറ്റ് ഇറ്റ് ലാക്ഡ് ക്രിറ്റിസം ഓഫ് ലൈഫ്. ജീവിതവുമായിട്ട് നമ്മൾ പറയില്ലേ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും അതിലൊരു സീരിയസ് ആയിട്ടുള്ള അണ്ടർടോണുള്ള ഒരു പോയവും അന്നത്തെ കാലത്ത് കാണാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഹി വാസ് ആക്ച്വലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പോയട്രി ഓഫ് ഹിസ് ടൈം. ഓക്കെ. പിന്നെ അർണോൾഡിൻ്റെ പല വ്യൂസിലും നമുക്ക് കാണാൻ പറ്റും ദർ ഇസ് എ ക്ലോസ് അഫിനിറ്റി വിത്ത് ദ ക്ലാസിക്കൽ ഫിലോസഫി. ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഫിലോസഫി ആയിട്ട് കുറച്ച് ബന്ധം അദ്ദേഹത്തിൻ്റെ വർക്ക്സിലെല്ലാം കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ഹി എംഫസൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബെസ്റ്റ് പോയട്രി. ആക്ച്വലി മാത്യു അർണോൾഡ് ഏറ്റവും കൂടുതൽ എംഫസൈസ് കൊടുത്തിട്ടുള്ളത് ബെസ്റ്റ് പോയട്രിയാണ്. ഈ ബെസ്റ്റ് പോയട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ റിയാലിറ്റി ഓർ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും നമുക്ക് അതുമായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ബെസ്റ്റ് പോയട്രി എന്നാണ് മാത്യു അർണോൾഡ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്? അദ്ദേഹം മനസ്സിലാക്കിയെടുത്തത് പോയട്രി ഷുഡ് പ്രൊവൈഡ് കൺസലേഷൻ ആൻഡ് റെഫ്യൂജ് ഫോർ ഹ്യൂമാനിറ്റി വെൻ അതർ മീൻസ് ഫെയിൽഡ്. അതായത് നമ്മുടെ ചുറ്റോറും ആളുകൾ ഒരുപാട് പേര് സഫർ ചെയ്യുന്നുണ്ട്. ഈ സഫറിങ് അനുഭവിക്കുന്ന ഒരുപാട് പേർക്ക് ഒരു കൺസലേഷൻ പോലെ ആയിരിക്കണം പോയട്രി. അതായത് നമുക്ക് വേറെ എവിടെ നോക്കിയാലും നമുക്ക് ആശ്വാസം കിട്ടാത്തൊരവസ്ഥയിൽ പോയട്രിയിൽ നമുക്ക് അതിലൊരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കണം. ഒരു ഫൈനൽ റെഫ്യൂജ്, ഒരു അഭയം എന്ന രീതിയിലായിരിക്കണം പോയട്രി. അപ്പോൾ ഒരു പോയട്രി ഷുഡ് ഓഫർ, അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്, പോയട്രി ഷുഡ് ഓഫർ എ ഹീലിംഗ് ടച്ച് ടു ദ സഫറിങ് ഹ്യൂമാനിറ്റി എന്നാണ് മാത്യു അർണോൾഡിൻ്റെ അദ്ദേഹം പോയട്രീനെ അല്ലെങ്കിൽ പോയട്രിയുടെ ഫംഗ്ഷൻ ഇതായിരിക്കണം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഡിവൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ വ്യൂ പോയിൻറ്റിലാണെങ്കിലും. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്
നമുക്കറിയാം ഇപ്പോൾ കണ്ടംപററി ഏജിൽ ഒരുപാട് പോയംസ് എഴുതിയിട്ടുണ്ട്. ഈ പോയംസ് എല്ലാം ബെസ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ടച്ച് ഓൺ മെത്തേഡ്. ദാറ്റ് ഈസ് ആക്ച്വലി ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ മെറിറ്റ് ഓഫ് ദ കണ്ടംപററി പോയട്രി അല്ലെങ്കിൽ കണ്ടംപററി പോയംസിൻ്റെ മെറിറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ ട്രൂ വാല്യൂ നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി വൺ തിങ് വി ക്യാൻ ഡു ഇസ് ടു കമ്പയർ ദ പ്രസൻറ്റ് പോയട്രി വിത്ത് ദ പോയട്രി ഓഫ് ദ പാസ്റ്റ്. നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് പോയത്തിനെ പഴയ കാലഘട്ടത്തിലുള്ള, അതായത് നമ്മൾ പറയില്ലേ ബെസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹം ഒരു ക്ലാസിസ്റ്റാണ്. അദ്ദേഹം മനസ്സിലാക്കിയത് പാസ്റ്റിലുള്ള ക്ലാസിക്കൽ റൈറ്റേഴ്സ് എഴുതിയിട്ടുള്ള ക്ലാസിക്കൽ വർക്ക്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് വർക്ക്സിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളിപ്പോൾ പ്രസൻറ്റിലൊരു പോയറ്റ് ഒരു കവിത എഴുതി, ആ കവിത എഴുതിയത് ബെസ്റ്റാണോ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യാം, ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു പോയം വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും പ്രസൻറ്റ് പോയം ബെസ്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് ടച്ച് ഓൺ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഡിവൈസ് ചെയ്തൊരു മെത്തേഡ്. അദ്ദേഹത്തിൻ്റെ കോട്ട് നോക്കാം. ദ ട്രൂ ആൻഡ് റൈറ്റ് മീനിങ് ഓഫ് ദ വേർഡ്സ് ക്ലാസിക് ആൻഡ് ക്ലാസിക്കൽ ഇസ് ദ ക്ലാസ് ഓഫ് ദ വെരി ബെസ്റ്റ് പോയട്രി. നമ്മൾ ടച്ച് ഓൺ മെത്തേഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് ക്ലാസിക്കൽ വർക്ക്സുമായിട്ട് എത്രത്തോളം നമ്മുടെ പ്രസൻറ്റ് വർക്ക്സിന് ഒരു അഫിനിറ്റി ഉണ്ട്, അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ചേർച്ച ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ദാറ്റ് ഈസ് എ ബെസ്റ്റ് പോയം. ഇനി അടുത്തതായിട്ട് അദ്ദേഹം കൂടുതൽ ഡിവൈസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേറൊരു കോൺസെപ്റ്റാണ് ഹിസ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ. അപ്പോൾ കൾച്ചറിനെ എങ്ങനെയാണ് അദ്ദേഹം മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് നോക്കി നോക്കാം. കൾച്ചർ ആസ് റെമഡി. സോ അർണോൾഡ് സോ കൾച്ചർ ആസ് എ റെമഡി ഫോർ ദ മെറ്റീരിയലിസം ആൻഡ് ആനക്കി ഓഫ് ദ വിക്ടോറിയൻ ഇംഗ്ലണ്ട് അല്ലേ. ഒരുപാട് ഡെവലപ്മെൻറ്റ്സും എല്ലാം വിറ്റ്നസ് ചെയ്തിട്ടുള്ളൊരു കാലഘട്ടമാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ ഡെവലപ്പ് ചെയ്തു, ഒരു മിഡിൽ ക്ലാസ് തന്നെ രൂപീകരിക്കുകയാണ്. ആ മിഡിൽ ക്ലാസ് എന്താ, ഹൈലി മെറ്റീരിയലിസ്റ്റിക് ആണ്, നാടൊട്ടുക്ക് പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പുറകെയാണ്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയിൽ കൾച്ചറാണ് ഒരു റെമഡി ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തുള്ളത്. So what is culture according to Matthew Arnold? He defined culture as a study of perfection. അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് പെർഫെക്ഷൻ. അപ്പോൾ ഇതിലേക്ക് എത്തിക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള അണ്ടർലൈങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ കൾച്ചറിനെ അദ്ദേഹം മനസ്സിലാക്കിയത് ഇറ്റ് ഇസ് എ മോറൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ്. നമുക്കെല്ലാ മനുഷ്യർക്കും നന്മ ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാവുക. സെക്കൻഡ് തിങ്, എ സോഷ്യൽ പാഷൻ ഫോർ കളക്റ്റീവ് ബെറ്റർമെൻറ്റ്. നമ്മൾ പറയില്ല അതായത് ഇൻഡിവിജ്വലായിട്ടുള്ള ഓരോരുത്തരുടെയും താല്പര്യങ്ങളും ആവുമ്പോഴാണല്ലോ ഒരു കൂട്ടം ആളുകൾ സഫറിങ്ങും ഒരു കൂട്ടം ആളുകൾ പ്രിവിലേജ്ഡ് ആയിട്ട് മാറുന്നത്. ഇതെല്ലാം മാറ്റി നിർത്തി എല്ലാവർക്കും വേണ്ടി, അതായത് ഒരു കളക്റ്റീവ് ബെറ്റർമെൻറ്റിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ രീതിയിൽ നമ്മൾ ഒരു കൾച്ചർ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ദ പെർസ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ്. ഇവ രണ്ടും ചേരുമ്പോഴും നമുക്ക് കൾച്ചർ എന്നുള്ള രീതിക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മുടെ സൊസൈറ്റീനെ എത്തപ്പെടാതിരിക്കാൻ അന്നത്തെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ അദ്ദേഹം 3ആയിട്ട് തരംതിരിച്ചു. അതായത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ആളുകളെ 3ആയി തരംതിരിച്ചു. ഇവരുടെ ഒരു പ്രവൃത്തി മൂലമാണ് അല്ലെങ്കിൽ ഈ കൾച്ചർ അല്ലെങ്കിൽ ഈ ഒരു പെർഫെക്ഷനിലേക്ക് സൊസൈറ്റി എത്താത്തതെന്നാണ് മാത്യു അർണോൾഡ് വിശ്വസിച്ചത്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇസ് നോൺ ആസ് ബാർബേറിയൻസ്. ബാർബേറിയൻസ് എന്ന് പറഞ്ഞാൽ അരിസ്റ്റോക്രസിയാണ്. അവർക്ക് വെറും പുറമോടിയിലാണ്, എക്സ്റ്റേണൽ സൊഫിസ്റ്റിക്കേഷനിലാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൻഡ് ദേ ലാക്ക് ദ ഫിലോസഫിക്കൽ ഡെപ്ത്. അവർക്ക് ഫിലോസഫിക്കൽ ഡെപ്ത് ഇല്ല. സെക്കൻഡ് ഗ്രൂപ്പാണ് ഫിലിസ്റ്റൈൻസ്. ഫിലിസ്റ്റൈൻസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സുകാരാണ്. അവർ വെറും പ്രോഫിറ്റിൻ്റെ പുറകെയാണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്. ആൻഡ് കൾച്ചറബിൾ ആണ്. കൾച്ചറൊക്കെ അവർക്ക് കുറച്ചും കൂടി റിഫൈൻഡ് ആയിട്ട് അവർ പെരുമാറിയേനെ. എഡ്യൂക്കേഷൻ, ഹ്യൂമനൈസേഷൻ, ഈ രീതിയിലൊക്കെ അവർ റിഫൈൻഡ് ആയിട്ട് വന്നേനെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദേ ആർ ആഫ്റ്റർ മെറ്റീരിയലിസ്റ്റിക് പാഷൻ. തേർഡ് ഗ്രൂപ്പാണ് പോപ്പുലേസ്. പോപ്പുലേസ് എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ ആളുകളാണ്, ദ ലേമൻ. അവർ വർക്കിംഗ് ക്ലാസ് ആണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അന്നത്തെ സൊസൈറ്റിയിൽ ചൂഷണം ചെയ്യപ്പെട്ടൊരു വിഭാഗവും ഈ വർക്കിംഗ് ക്ലാസ് ആണ്. ദേ ആർ എക്സ്പ്ലോയിറ്റഡ്, റോ ആൻഡ് ബ്ലൈൻഡ്. റോ ആൻഡ് ബ്ലൈൻഡ് മീൻസ് ദേ ആർ ഇഗ്നറൻറ്റ്, അൺഎഡ്യൂക്കേറ്റഡ്. അപ്പോൾ അവർക്കൊന്നും സൊസൈറ്റിയിലൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഈ 3 ഗ്രൂപ്പും സൊസൈറ്റി, ആക്ച്വലി വിക്ടോറിയൻ സൊസൈറ്റി കംപ്രൈസ്ഡ് ഓഫ് ദീസ് 3 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പോൾ ഇവരെ കൊണ്ടൊന്നും നമുക്ക് സൊസൈറ്റിയിൽ കൾച്ചർ എന്നുള്ള പെർഫെക്ഷനിലേക്ക് എത്താൻ, ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റാത്ത 3 ഗ്രൂപ്പ് ആളുകളാണ് അന്ന് സൊസൈറ്റിയിൽ നിലനിന്നിരുന്നതാണ് മാത്യു അർണോൾഡ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എഗെയിൻ ദ ക്രിട്ടിക് ഓഫ് മെറ്റീരിയലിസം. അദ്ദേഹം മെറ്റീരിയലിസത്തിനെ ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്നിട്ട് പറയുന്നു, അർണോൾഡ് ഒപ്പോസ് ദ ഫിലിസ്റ്റൈൻ എംഫസൈസ് ഓൺ മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ആസ് എ സോൾ മെഷർ ഓഫ് പ്രോഗ്രസ്. പല ആളുകളും വിചാരിക്കുന്നുണ്ട് പുരോഗമനത്തിന് നമ്മൾ പലപ്പോഴും
ലൈഫിലെ പുരോഗതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മളതിൽ ചേർത്ത് വെച്ച് വായിക്കുന്നത് നമ്മൾ പണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പ്രോഗ്രസ് കിട്ടും എന്നാണ്. ഈ ഫിലിസ്റ്റൈൻസ് നമുക്കറിയാലോ, 3 ഗ്രൂപ്പിലെ ഒന്നാണ് ഫിലിസ്റ്റൈൻസ്. അവർ മെറ്റീരിയലിസ്റ്റിക് മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ്. അവർ വിചാരിക്കുന്ന പോലെ പണത്തിലൂടെയല്ല. ആക്ച്വലി ഹി ഒപ്പോസ് ദിസ് ഐഡിയ ദാറ്റ് മണി ബ്രിങ്സ് പ്രോഗ്രസ്. ഇതല്ല അദ്ദേഹം വിശ്വസിക്കുന്നത്. മണി മാത്രമല്ല, അപ്പാർട്ട് ഫ്രം ദാറ്റ് ദർ ആർ സർട്ടൻ വാല്യൂസ് ദാറ്റ് വി ഷുഡ് ഇൻകൾക്കേറ്റ്. ഈ ഒരു പ്രോഗ്രസ് അച്ചീവ് ചെയ്യാൻ ചില വാല്യൂസ് നമുക്ക് പറയില്ലേ, മനുഷ്യത്വം, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പെർഫെക്ഷനിലേക്ക് എത്താൻ പല പല കാര്യങ്ങളുണ്ട്. നന്മ ചെയ്യുക, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. പണം മാത്രമല്ല അവർ വിശ്വസിക്കുന്ന പോലെ എന്നുള്ള രീതിയിൽ അദ്ദേഹം മെറ്റീരിയലിസത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇനി കൾച്ചറിൻ്റെ പല ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ഹാർമോണിയസ് പെർഫെക്ഷൻ. ദാറ്റ് ഈസ് ദർ ഇസ് എ ബാലൻസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ഇൻ്റലിജൻസ്. സൗന്ദര്യം നമ്മൾ പറയില്ലേ, പുറമോടിക്ക് മാത്രമല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അവിടെ എന്തുകൂടി ചേരുന്നു, ഇൻ്റലിജൻസ്. സ്വീറ്റ്നെസ് ആൻഡ് ലൈറ്റ്, ദാറ്റ് ഈസ് നോബിൾ ഐഡിയാസ് ദാറ്റ് ഗൈഡ് ഹ്യൂമൻ എൻഡെവർ. മനുഷ്യൻ്റെ നമ്മൾ പറയില്ലേ, നന്മയിലേക്ക് ഓരോ പാതയിലേക്ക് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ നയിക്കുന്ന പല ഐഡിയൽസും ഉണ്ടാവും. ഇതും കൾച്ചറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്, culture is a study of perfection. It moves by the force not merely or primarily of the scientific passion for pure knowledge but also of the moral and social passion for doing good. സയൻസ് എത്ര പുരോഗമിച്ചു എന്നുള്ളതല്ല ചോദ്യം. അവിടെ ഒരുപാട് ചേഞ്ചസ് വരാം, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വരാം. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നമുക്ക് പല രീതിയിലും നെഗറ്റീവായിട്ട് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയല്ല, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ദർ ഇസ് എ മോറൽ പാഷൻ ഫോർ ഡൂയിങ് ഗുഡ് എന്നാണ് പറയുന്നത്. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കൾച്ചർ എന്ന ഒരു സംഭവം നമുക്ക് കിട്ടുന്നതെന്നാണ് മാത്യു അർണോൾഡ് വിശ്വസിക്കുന്നത്. ദെൻ ഫങ്ഷൻ ഓഫ് പോയട്രി. ഇനി മാത്യു അർണോൾഡ് എങ്ങനെയാണ് പോയട്രീനെ മനസ്സിലാക്കിയിട്ടുള്ളത്? വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പോയട്രി അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്? ഫസ്റ്റ് വൺ, അർണോൾഡ് ബിലീവ്ഡ് പോയട്രി വുഡ് ബിക്കം ദ റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ. അദ്ദേഹത്തിന് ഉറപ്പാണ് പോയട്രി തന്നെയാണ് ഭാവിയുടെ ഒരു മതം ആയിട്ട് മാറുന്നത്, റിലീജിയൻ ഓഫ് ഫ്യൂച്ചർ ആയിട്ട് മാറുന്നത് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആൻഡ് നമുക്കറിയാം, പോയട്രീനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തതും ആസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന രീതിയിലാണ്. ദറ്റ് ഈസ്, അർണോൾഡ് ഡിഫൈൻ പോയട്രി ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ് ബിക്കോസ് പോയട്രിയിലൂടെയാണ് നമ്മൾ ലൈഫിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതും ഹ്യൂമാനിറ്റി സസ്റ്റെയിൻ ചെയ്യുന്നതും. നമുക്കറിയാം, നമ്മളെ ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരുപാട് പോയംസ് ഒരുപാട് ഗ്രേറ്റ് റൈറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹ്യൂമാനിറ്റി സസ്റ്റെയിൻ ചെയ്യാനും ലൈഫിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് പോയട്രിയിലൂടെ സാധിക്കും. സോ അർണോൾഡ് he defined poetry as a criticism of life. And the third thing is, poetry should relate to human issues and problems in a philosophical and moral way. നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിടുന്ന പല ഹ്യൂമൻ ഇഷ്യൂസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഇതിനെ വളരെ ഇൻഡെപ്ത് ആയിട്ട് പ്രോബ് ചെയ്ത് പോകാൻ പോയട്രിയിലൂടെ സാധിക്കും, അതും ഫിലോസഫിക്കലും മോറലായിട്ടുള്ള രീതിയിലും. Importance of best poetry. Arnold emphasized the need for best poetry that can form, sustain and delight humanity. അതേപോലെ അദ്ദേഹം പറഞ്ഞു, നമുക്ക് വേണ്ടത് ട്രിവിയൽ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സ് ഡീൽ ചെയ്യുന്ന പോയട്രി അല്ല, ബട്ട് റാദർ വി നീഡ് ദ ബെസ്റ്റ് പോയട്രി ദറ്റ് ക്യാൻ ആക്ച്വലി ഫോം, സസ്റ്റെയിൻ ആൻഡ് ഡിലൈറ്റ്. മനുഷ്യരെ ഫോമിങ്ങിനും സസ്റ്റെയിൻ ചെയ്യാനും ഡിലൈറ്റ് ചെയ്യാനും ഒരേപോലെ കഴിവുള്ള ബെസ്റ്റ് പോയംസാണ് നമുക്ക് വേണ്ടത് എന്നാണ് മാത്യു അർണോൾഡ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അഗെയിൻ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ടച്ച് സ്റ്റോൺ മെത്തേഡാണ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് നമുക്കറിയാം, ഒരു പോയട്രിയുടെ അല്ലെങ്കിൽ എക്സലൻസ് എത്രത്തോളം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ്. അത് അടുത്തതിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ടച്ച് സ്റ്റോൺ മെത്തേഡാണ്. ടച്ച് സ്റ്റോൺ മെത്തേഡ് അദ്ദേഹം നമുക്കറിയാം ഇതൊരു ഇവാലുവേഷനാണ് അല്ലേ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ് പോയട്രി എത്രത്തോളം നല്ലതാണെന്നുള്ളത്. സോ ബെസ്റ്റ് പോയട്രി ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് ദിസ് മെത്തേഡ്. ഈ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിച്ച് ബെസ്റ്റ് പോയട്രീനെ കണ്ടെത്താം. അപ്പോൾ ഇതൊരു ഒബ്ജക്റ്റീവ് ഇവാലുവേഷനാണ്, സബ്ജക്റ്റീവ് അല്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലൊരു എങ്ങനെയാണ് ഒരു സയൻറ്റിസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്, അവിടെ സബ്ജക്റ്റിവിറ്റിക്ക് പ്രാധാന്യമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ഇവാലുവേഷനാണ്. ഇവിടെ അദ്ദേഹം തന്നെ സീക്ക് ചെയ്യുന്നത് ഒരു കോൺക്രീറ്റ് ഒബ്ജക്റ്റീവ് മെത്തേഡ് ഓഫ് ഇവാലുവേഷനാണ്. ഇവിടെ യാതൊരുവിധ പാർഷ്യാലിറ്റി ബയസ്ഡും അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി അദ്ദേഹം അതിനെ ഡിഫൈൻ ചെയ്യുന്നത് the passages or lines from great masters, for example ഹോമർ, ഡാൻറ്റെ, മിൽട്ടൺ, ഷേക്സ്പിയർ, ഇവരൊക്കെ ഗ്രേറ്റ് റൈറ്റേഴ്സ് ആണ്. ഇവരുടെ വർക്ക്സിലെ പാസേജസും ലൈൻസും എടുത്തിട്ട് അതെല്ലാം ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റാൻഡേർഡ് ഫോർ കമ്പാരിസൺ. ഇപ്പോൾ പ്രസൻറ്റ് വർക്ക് ഇവരുടെ ലൈൻസൊക്കെ വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് വർക്ക്സ് എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. കമ്പയർ പോയട്രി ടു ടച്ച് സ്റ്റോൺ ടു ഡിറ്റർമൈൻ ഇറ്റ്സ് എക്സലൻസ്.
അപ്പോൾ പണ്ട് ഈ ടച്ച് സ്റ്റോൺ എന്ന പേര് വരാനുള്ള റീസൺ, പണ്ട് ഒരു കല്ലുണ്ടായിരുന്നു, അതിനായിട്ട് ഈ ടച്ച് സ്റ്റോൺ എന്നാ വിളിച്ചിരുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ പ്യുവർ മെറ്റലായിട്ടുള്ള ഗോൾഡിൻ്റെ പ്യൂരിറ്റി അതുമായിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ അത് ചെക്ക് ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് ആ പേരിൽ നിന്ന് പിന്നെ ഡിവൈസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു മെത്തഡാണ് ഈ ടച്ച് സ്റ്റോൺ മെത്തഡ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂ പോയട്രി ഓർ ദ എക്സലൻസ് ഓഫ് എ പോയം ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ കമ്പയറിങ് ഇറ്റ് വിത്ത് ദ പാസ്റ്റ് വർക്ക്സ് ഓഫ് ക്ലാസിക്കൽ റൈറ്റേഴ്സ്. ഗ്രേറ്റ് റൈറ്റേഴ്സിൻ്റെ വർക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പ്രസൻറ്റ് വർക്കിൻ്റെ എക്സലൻസ് മനസ്സിലാക്കിയെടുക്കാം. ഈ ഒരു ഇവാലുവേഷൻ രീതിയെയാണ് ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാത്യു അർണോൾഡ് ഓൺ ദ ഫംഗ്ഷൻ ഓഫ് ക്രിറ്റിസിസം. നമുക്കറിയാം ഫംഗ്ഷൻ ഓഫ് പോയട്രി ഡിസ്കസ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മെത്തേഡായിട്ടുള്ള ടച്ച് സ്റ്റോൺ മെത്തേഡ് ഡിസ്കസ് ചെയ്തു. ഇനി ക്രിറ്റിസിസം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അർണോൾഡ് എംഫസൈസ് ക്രിറ്റിസിസം റോൾ ഇൻ ഷേപ്പിംഗ് ലിറ്റററി എക്സലൻസ്. നമുക്കറിയാം നമ്മളെ ഒരാൾ തിരുത്താനുണ്ടാകുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും അയാളെ ജഡ്ജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അയാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും ദ ബെസ്റ്റ് ഇൻ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി ഡ്രോൺ ഔട്ട്. ആ വ്യക്തിയിലുള്ള ബെസ്റ്റ് വൺ നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ലിറ്ററേച്ചറിൽ ലിറ്റററി എക്സലൻസിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും ക്രിറ്റിസിസത്തിന് വലിയൊരു റോളുണ്ട്. ഒരാളെ വെറുതെ അൺഡ്യൂ ആയിട്ടുള്ളൊരു ഫ്ലാറ്ററിങ് നടത്തിക്കൊണ്ടിരുന്നാൽ അയാൾക്ക് തെറ്റിദ്ധരുത്താനോ അയാളുടെ ബെസ്റ്റ് കൊണ്ടുവരാനോ സാധിക്കില്ല. അപ്പോൾ ക്രിറ്റിസിസത്തിന് ലിറ്റററി എക്സലൻസിൽ വലിയൊരു റോളുണ്ടെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നത്. വാട്ട് ഈസ് ദ ക്രിട്ടിക്സ് റെസ്പോൺസിബിലിറ്റി? ക്രിറ്റിസിസം ക്രിയേറ്റ്സ് ട്രൂ ആൻഡ് ഫ്രഷ് ഐഡിയാസ്, മേക്കിംഗ് ദ ബെസ്റ്റ് ഐഡിയാസ് പ്രിപ്പയർ. ക്രിറ്റിസിസം എപ്പോഴും നമുക്കറിയില്ലേ പുതിയൊരു പേഴ്സ്പെക്റ്റീവിൽ ലിറ്ററേച്ചറിനെ നോക്കിക്കാണാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ബെസ്റ്റ് ഐഡിയാസ് പ്രിവെയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഉള്ളതിനെ നമുക്ക് എടുത്ത് കാണിക്കാൻ ക്രിറ്റിസിസത്തിലൂടെ സാധിക്കുന്നു. ഒരു ക്രിട്ടിക്ക് പറയാണ് ദിസ് വൺ ഇസ് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ദ റീഡേഴ്സ് ആർ ഓൾസോ ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ലിറ്ററേച്ചർ. ക്രിറ്റിസിസം ഷേപ്സ് ദ ഇൻ്റലക്ച്വൽ കോണ്ടെക്സ്റ്റ് ഫോർ ക്രിയേറ്റീവ് പവർ. നമുക്കറിയാം ഏതൊരു ക്രിയേഷനിലും, അതായത് ദ പോയറ്റ് ഈസ് എ ക്രിയേറ്റർ, പോയറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആ ക്രിയേഷൻ്റെ പുറകിലുള്ള ആ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റി, ആ ഒരു നമുക്ക് പറയാമല്ലോ ഓരോ റൈറ്റേഴ്സും ഗ്രേറ്റ് ആയിട്ടുള്ള എത്രത്തോളം തോട്ട്സ് അതാണ് അതിൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുള്ളത് ഓരോ പോയത്തിലും. ആ ഒരു ഇൻ്റലക്ച്വൽ പവർ കോണ്ടെക്സ്റ്റ് അത് നമുക്ക് മനസ്സിലാക്കിയിരുന്നതും ക്രിട്ടിക്കാണ്. ആൻഡ് ക്രിറ്റിസിസം ഫോസ്റ്റേഴ്സ് ക്യൂരിയോസിറ്റി അബൌട്ട് ദ ബെസ്റ്റ് ദാറ്റ് ഇസ് നോൺ ആൻഡ് തോട്ട് ഇൻ ദ വേൾഡ്. നമ്മളിലൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കാൻ ക്രിറ്റിസിസത്തിലൂടെ സാധിക്കും. നമുക്കറിയാം ഒരു ക്രിട്ടിക്ക് ഒരു ഡൈസെക്റ്റ് ചെയ്ത് ഓരോ പോയട്രീനെ മനസ്സിലാക്കിയെടുക്കുന്നു. ആൻഡ് ഹി ഓർ ഷി കമ്പയർസ് ഇറ്റ് വിത്ത് ദ പാസ്റ്റ് വർക്ക്സ്, പ്രസൻറ്റ് വർക്ക്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റെലവൻസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഈ ഒരു രീതിയിൽ പല രീതിയിലും പല പേഴ്സ്പെക്റ്റീവിലൂടെയും ഒരു ക്രിട്ടിക്ക് ഒരു ലിറ്ററേച്ചറിനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദ ബെസ്റ്റ് ദാറ്റ് ഇസ് നോൺ ആൻഡ് തോട്ട് ഇൻ ദ വേൾഡ് ഇതാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആൻഡ് ക്രിറ്റിസിസം എനേബിൾസ് ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്രേറ്റ് പോയട്രി ത്രൂ ക്രിട്ടിക്കൽ എഫക്ട്. അതായത് ഒരു ക്രിട്ടിക്ക് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം ഇതെല്ലാം മാറ്റി നിർത്തി പുതിയൊരു നല്ലൊരു പോയം കൊണ്ടുവരാനാണ് ഓരോ പോയറ്റ്സും ശ്രമിക്കുന്നത്. അപ്പോൾ ക്രിറ്റിസിസമാണ് എപ്പോഴും ലിറ്റററി എക്സലൻസ് നമ്മൾക്ക് നേടിത്തരുന്നത് എന്നാണ് മാത്യു അർണോൾഡ് പറയുന്നത്. And again, he stressed on the social role of the critic. That is, Arnold believed that critics have a social responsibility to educate and empower people. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനും എംപവർ ചെയ്യാനും ഈ ഒരു ക്രിട്ടിക്കിനൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞതാണ് അദ്ദേഹം ഒരു സോഷ്യോളജിക്കൽ ക്രിട്ടിക്കാണ്. ആൻഡ് ക്രിട്ടിക്സ് ഷുഡ് ഡിസ്കവർ ആൻഡ് പ്രൊമോട്ട് ട്രൂ ഐഡിയാസ് ഫോർ സൊസൈറ്റൽ ബെനിഫിറ്റ്സ്. അപ്പോൾ ക്രിട്ടിക്കിന് ഒരുപാട് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു ലിറ്ററേച്ചറിന് എത്രത്തോളം സൊസൈറ്റി ആയിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ ഒരു കാര്യത്തെ പുറത്തെത്തിക്കാൻ ഒരു ക്രിട്ടിക്കിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ആൻഡ് പോയട്രി ഷുഡ് ടീച്ച് ബെസ്റ്റ് ഐഡിയാസ് ഫോർ എ ഗുഡ് ലൈഫ് സെർവിങ് ആസ് എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അപ്പോൾ ലിറ്ററേച്ചർ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി എ ക്രിറ്റിസിസം ഓഫ് ലൈഫ്. അതായത് ലിറ്ററേച്ചറിലൂടെ നമ്മൾ പഠിപ്പിക്കേണ്ടത് വലിയ വലിയ ആദർശങ്ങളാണ്. അത് മനുഷ്യനെ നല്ല ജീവിതം നയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുമാവണം. And his moral precepts are, Arnold emphasized the importance of high truth and nobility in poetry. അപ്പോൾ അർണോൾഡ് എംഫസൈസ് ചെയ്തതും ഇമ്പോർട്ടൻസ് ഓഫ് ഹൈ ട്രൂത്ത് ആൻഡ് നൊബിലിറ്റി ഇൻ പോയട്രി. ആൻഡ് പോയട്രി ഷുഡ് അപ്ലിഫ്റ്റ് ആൻഡ് ഇൻസ്പയർ റാദർ ദാൻ പ്രൊമോട്ട് പെസിമിസം ഓർ നെഗറ്റിവിറ്റി. അദ്ദേഹം പറയുന്നുണ്ട് പോയട്രി എപ്പോഴും ഒരു പെസിമിസം ആയിരിക്കരുത് ആളുകളിൽ നിറയ്ക്കേണ്ടത്. പെസിമിസം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചിന്തകൾ. എപ്പോഴും ഒരു ഒപ്റ്റിമിസ്റ്റിക് ടോൺ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ, അതായത് നമ്മളെല്ലാം കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാം ഒരു കവിത വായിക്കുമ്പോൾ ഒരിക്കലും
ജീവിതം മടുക്കുന്ന ഒരു അവസ്ഥ ഒന്നും കൂടിയും അഗ്രവേറ്റ് ചെയ്യുന്ന രീതിയിൽ, ആ തോട്ട്സിനെ അഗ്രവേറ്റ് ചെയ്യുന്ന രീതിയിൽ പെസിമിസ്റ്റിക് ആയിട്ടുള്ളൊരു ടോൺ ആയിരിക്കരുത് ഒരു പോയട്രിയിൽ. അക്കോർഡിംഗ് ടു മാത്യു അർണോൾഡ്, ഹി ബിലീവ് ദാറ്റ് പോയട്രി ഷുഡ് അപ്ലിഫ്റ്റ് ആൻഡ് ഇൻസ്പയർ. ഓരോ ആളുകളും തളർന്നിരിക്കുന്ന ഒരു ജനതയെ ഉയർത്താൻ പോയട്രിയിലൂടെ സാധിക്കണം. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക്, ഹൈ സീരിയസ്നെസ് ആൻഡ് ഹൈ ട്രൂത്ത്. ഇതെന്താണെന്ന് നോക്കി നോക്കാം. പോയട്രീസ് ഹൈ ഡെസ്റ്റിനി. അർണോൾഡ് ബിലീവ് പോയട്രി ഷുഡ് ബി ഓഫ് ഹൈ ഓർഡർ ആൻഡ് സീരിയസ്നെസ്. അദ്ദേഹം പറഞ്ഞു ട്രിവിയൽ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്, ഐഡിയാസിലൊന്നും മാത്യു അർണോൾഡ് വിശ്വസിച്ചിരുന്നില്ല. പോയട്രിയിൽ അതിലൊരു സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആൻഡ് അദ്ദേഹം പറഞ്ഞു അർണോൾഡ് ബിലീവ്ഡ് പോയട്രി ഷുഡ് ബി ഓഫ് ഹൈ ഓർഡർ. പോയട്രിക്ക് എപ്പോഴും വളരെ ഗ്രേവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം പോയട്രിയിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് ഹൈ ക്വാളിറ്റി പോയട്രി ബ്ലെൻഡ്സ് പോയറ്റിക് ട്രൂത്ത്. ഒരു നല്ല പോയമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ പോയറ്റിക് ട്രൂത്ത്, ഒരു സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കാര്യമായിട്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു എത്തിക്കാനുള്ള, കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസ്, ഒരു കോണ്ടൻറ്റ് അതിലുണ്ടായിരിക്കണം. അത് തന്നെ പോയട്രിയാണ്, അതുകൊണ്ട് തന്നെ അതുമായിട്ട് എന്ത് റിലേറ്റ് ചെയ്തിരിക്കണം, ബ്യൂട്ടി നമുക്ക് അവിടെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും ചേർന്നിരിക്കണം, സബ്സ്റ്റൻസ് ആൻഡ് സ്റ്റൈൽ. പോയട്രി സുപ്പീരിയോറിറ്റി ലൈറ്റ്സ് ഇൻ ഹൈ ട്രൂത്ത് ആൻഡ് സീരിയസ്നെസ്. ഒരു പോയട്രിയുടെ സുപ്പീരിയോറിറ്റി എവിടെയാണ് കിടക്കുന്നത് നമുക്ക് പറയുന്ന അദ്ദേഹം മനസ്സിലാക്കുന്നത് ട്രിവിയൽ ആയിട്ടുള്ള, പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയാസിനും എവിടെ സ്ഥാനമില്ല പോയട്രിയിൽ. And he believed that the superiority of poetry lies in its high truth and seriousness. ഒരു പോയട്രിയുടെ സുപ്പീരിയോറിറ്റി എവിടെയാണത് റിലേ ചെയ്യുന്നത്? ഓൺ ഇറ്റ്സ് ഹൈ ട്രൂത്ത് ആൻഡ് സീരിയസ്നെസ്. ഇനി അടുത്തത് ലാസ്റ്റ് കോൺസെപ്റ്റാണ് ഗ്രാൻഡ് സ്റ്റൈൽ. എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയെടുത്ത ഗ്രാൻഡ് സ്റ്റൈൽ? ഗ്രാൻഡ് സ്റ്റൈൽ റെഫേഴ്സ് ടു ഫോർമൽ ഹൈലി എംപലിഷ് ലാംഗ്വേജ് ഇൻ പോയട്രി. അർണോൾഡ് ഇതും സപ്പോർട്ട് ചെയ്തിരുന്നു, ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ വളരെ ഫോർമൽ ആയിട്ടുള്ള, വളരെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് നമ്മൾ പോയട്രിയിൽ ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റൈലിനെയാണ് ഗ്രാൻഡ് സ്റ്റൈൽ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹോമർ, വെർജിൽ, ഡാൻറ്റെ. അവർ മെയിനായിട്ട് ഈ ഒരു ഗ്രാൻഡ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാൻ അവർ ഏറ്റവും സ്കിൽഫുള്ളായിരുന്നു. കാരണം അവർ ഡക്റ്റലിക് ഹെക്സാമീറ്റർ അല്ലെങ്കിൽ ബ്ലാങ്ക് വേഴ്സ് ഒക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അവരുടെ വർക്ക്സ് എല്ലാം ഗ്രാൻഡാണ്, അവരുടെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗ്രാൻഡ് സ്റ്റൈലാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നു. ഇനി എങ്ങനെയാണ് നമ്മളൊരു ഗ്രാൻഡ് സ്റ്റൈൽ മനസ്സിലാക്കിയിരുന്നത്? അതിന് നോബിൾ ടോൺ ആയിരിക്കും, സ്റ്റൈലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഡിവൈസസ് പോയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻസ് റൈമിംഗ് ഡിസൈൻസ്.